നമസ്കാരം. 2025 പുതുവർഷത്തിലെ കർക്കിടകം രാശിക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ ഫലമാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. പറയുന്നത് പൊതുഫലപ്രകാരമാകുന്നു. ആദ്യം കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. പുണർദം അവസാന പാദം, പൂയം, ആയില്യം നക്ഷത്രക്കാരാകുന്നു. ഈ നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് അഥവാ ഈ രാശിക്കാർക്ക് സംഭവിക്കുന്നതായ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കാം. ഏവരും ഇഷ്ടദേവതയുടെ നാമം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഓരോ നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ പുതുവർഷ ഫലം വിശദമായ വീഡിയോയായി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടി കാണുവാൻ ഏവരും ശ്രമിക്കുക. ആദ്യമേ പരാമർശിക്കാൻ പോകുന്നത് കർക്കിടകം രാശിക്കാരുടെ ചില പൊതു സ്വഭാവങ്ങളെക്കുറിച്ചാകുന്നു. അത് ആദ്യം അറിയാം. രാശിക്കും ചന്ദ്രനും ബലമുണ്ട് എങ്കിൽ ഇവർ ഉപകാര സ്മരണയുള്ളവരും ദാനശീലരും യുവത്വം തുളുമ്പുന്നവരുമായിരിക്കും. ബുദ്ധിമാന്മാരും ക്ഷമയും കർമ്മഗുണവും ഉള്ളവരായിരിക്കും. ഇവർ കുടുംബസ്നേഹം പരസ്യമായി കാണിക്കുന്നവരല്ല, മറിച്ച് കുടുംബം അഥവാ സ്വന്തം വീടിനെയും കുടുംബാംഗങ്ങളെയും ഒരു തള്ളപ്പക്ഷി എങ്ങനെയാണോ സ്വന്തം കൂട്ടിൽ സ്വന്തം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത്, അതേപോലെ സംരക്ഷിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരാണ് ഇവർ. വളരെ ഹൃദ്യമായി പെരുമാറുവാൻ കഴിവുള്ള ഇക്കൂട്ടർ മറ്റുള്ളവരുടെ ചിന്തകളെ അറിഞ്ഞ് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ശ്രമിക്കുന്നവർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ പല ബിസിനസ് സ്ഥാപനങ്ങളുടെയും പബ്ലിക് റിലേഷൻ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർ ഒട്ടുമിക്കവരും ഇക്കൂട്ടരായിരിക്കും. നല്ല ബുദ്ധിയുള്ള ഇവർ പ്രസന്ന പ്രകൃതിയും മിതവ്യയ ശീലവും പുതിയ പ്രവർത്തികൾക്ക് പുറപ്പെടുന്നവരുമായിരിക്കും. പ്രായോഗികമായ പുതിയ ആശയങ്ങൾ ഉണ്ടാക്കുവാനും അത് നടപ്പിലാക്കുവാനും കൂടാതെ മാറിയ പുതിയ പരിതസ്ഥിതിയോട് പൊരുത്തപ്പെടാനും അതിനോട് യോജിച്ച് പോകുവാനും ഇവർക്ക് പ്രത്യേകമായ കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഒരേ രീതിയിലല്ലാതെ മാറി മാറി വരുന്ന ജോലികളിൽ വിജയിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ്. സന്തോഷത്തിനും വിനോദത്തിനും എന്ത് വിലയും കൊടുക്കുന്ന ഇവർക്ക് പ്രണയ കാര്യങ്ങൾ പലപ്പോഴും സങ്കടത്തിലായിരിക്കും. അത്തരത്തിലായിരിക്കും അവസാനിക്കുക. നല്ല സംഭാഷണ ചാതുര്യം, ആത്മവിശ്വാസം, സത്യസന്ധത, ആർക്കും അധികം വഴങ്ങാത്ത പ്രകൃതം എന്നിവ ഇവരുടെ എടുത്ത് പറയേണ്ടതായ പ്രത്യേകതകളാകുന്നു. ഇവരുടെ മറ്റൊരു പ്രത്യേകത നല്ല പ്രജ്ഞയുള്ളവരും എല്ലാ കാര്യങ്ങളും അവയിൽ നിന്നും മാറി നിന്ന് ചിന്തിക്കാനുള്ള കഴിവും വിട്ടുവീഴ്ച മനോഭാവവും തത്വചിന്തപരമായ അറിവും അറിയിക്കുന്നത് മനസ്സിലാക്കുവാനുള്ള മനസ്സും വിധേയത്വം, അഭിമാനം, ശാന്തപ്രകൃതി, തുടർച്ചയായി പ്രവർത്തിക്കാനുള്ള കഴിവ് എന്നിവയാകുന്നു. അർഹിക്കുന്നവർക്ക് സ്നേഹം വാരിക്കോരി കൊടുക്കുവാനും തിരിച്ച് അതേപോലെ പ്രതീക്ഷിക്കാതിരിക്കുവാനും ഇവർക്കറിയാം. ഓർമ്മശക്തി കൂടുതലായതിനാൽ തന്നെ കഴിഞ്ഞ കാലങ്ങൾ പ്രത്യേകിച്ചും കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കുവാനും വളരെ പഴയ സുഹൃത്തുക്കൾ പോലും പലപ്പോഴും ഓർമ്മിപ്പിക്കുകയും പ്രത്യേകിച്ചും കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കുവാനും വളരെ പഴയ സുഹൃത്തുക്കളെ പോലും പലപ്പോഴും ഓർമ്മിക്കുകയും അവരെ കണ്ടാൽ സ്നേഹപൂർവ്വം പെരുമാറുകയും ചെയ്യും. ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേക താല്പര്യം എടുക്കുന്ന ഇവർക്ക് നീന്തൽ ഒരു ഹരം തന്നെയാകുന്നു. ഇനി രാശിക്കും ചന്ദ്രനും ബലമില്ല എങ്കിൽ മനസ്സിന് നിയന്ത്രണം വിടുകയും സ്വഭാവത്തിൽ സ്ഥിരത ഇല്ലായ്മ വരികയും ചെയ്യും. ഒരു മാസത്തിൽ ചന്ദ്രന് 15 ദിവസമേ ബലമുണ്ടാവുകയുള്ളൂ. കൂടാതെ ഒരു രാശിയിൽ 2.25 ദിവസം മാത്രമേ നിൽക്കാറുള്ളൂ എന്നതും വാസ്തവമാണ്. അതേസമയം അതേ സ്വഭാവം ഇവരിലും കാണുന്നതാണ്. ഇങ്ങനെയുള്ളവർ ജീവിതത്തിൽ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുവാൻ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതും അനിവാര്യമാണ്. ആദ്യം മുൻകോപം നിങ്ങൾ നിയന്ത്രിക്കുക. സ്വയം ഒരു കുറവും ഇല്ല എന്ന് മനസ്സിനെ നിങ്ങൾ അറിയിക്കേണ്ടത് അനിവാര്യമാണ്. നമ്മളും മറ്റുള്ളവരെ പോലെയാണ് എന്നും നമുക്കുള്ളതുപോലെ എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങൾ, അഭിപ്രായങ്ങൾ തുടങ്ങിയവ ഉണ്ട് എന്നും കരുതണം. എങ്കിൽ മാത്രമേ അവരുടെ അഭിപ്രായങ്ങൾ അറിയുവാൻ സാധിക്കൂ. നമ്മൾ മാത്രം പറയുന്നതാണ് ശരി എന്ന സ്വഭാവം പാടുള്ളതല്ല. വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ട ഇടത്ത് അത് ചെയ്യണം. മറ്റുള്ളവരുടെ കുറ്റം മാത്രം കാണുകയോ അതിനെപ്പറ്റി മാത്രം സംസാരിക്കുകയോ ചെയ്യാതെ അവരുടെ നന്മകളും കാണേണ്ടതായിട്ടുണ്ട്. അവരെ അനുമോദിക്കുകയും വേണം. പിശുക്ക്, സ്വാർത്ഥത എന്നീ സ്വഭാവങ്ങൾ
പാടില്ല എന്ന് പറയുന്നില്ല, പക്ഷെ അതിന് ഒരു പരിധി വേണം. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അവരെ അനുമോദിക്കുന്നതിൽ ഒരു പിശുക്കും കാണിക്കരുത്. കഴിഞ്ഞുപോയ കാലങ്ങൾ മാത്രം ആലോചിച്ചിരുന്ന് തീർക്കാനുള്ളതല്ല ജീവിതം, മറിച്ച് വർത്തമാനകാലവും ഭാവിയും എങ്ങനെ ശോഭനമാക്കാം, അതിൽ നമുക്ക് എന്ത് പങ്കാണ് ഉള്ളത് എന്നത് പ്രധാനമായും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ദുരഭിമാനം നിമിത്തം പല കാര്യങ്ങളിലും മുൻകൈ എടുക്കാത്തത് കൊണ്ട് അർഹതപ്പെട്ടതും ആഗ്രഹിച്ചതും നഷ്ടപ്പെടുന്നതായ അവസ്ഥ ഉണ്ടാകാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവരുടെ ജീവിതത്തിൽ തൊഴിലിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വേറൊരു കാര്യം. മറ്റുള്ളവരുടെ മേധാശക്തി അംഗീകരിക്കുവാൻ ഇവർക്ക് മടിയാണ് എന്നതും വാസ്തവമാണ്. അവരോടുള്ള ദേഷ്യം കാരണം അവർ പറയുന്ന കാര്യം മുഴുവൻ കേൾക്കാനുള്ള സന്മനസ്സും കാണിക്കില്ല എന്നതാണ് വാസ്തവം. ഇത് തൊഴിൽ ബന്ധപ്പെട്ടാണ് ഉണ്ടാകുന്നത് എങ്കിൽ ഇവരുടെ ജോലിയെ ബാധിക്കുകയും ചെയ്യും. കാര്യം കാണാൻ മറ്റുള്ളവർ നിങ്ങളെ പുകഴ്ത്തി എന്നിരിക്കും, അതിൽ കുടുങ്ങിയാൽ ചതി സംഭവിക്കും. ദുരഭിമാനവും പുഴുത്തലും കൂടിയാകുമ്പോൾ കടം വാങ്ങിയാലും അന്യനെ സഹായിക്കാൻ പോകും, അത് നിങ്ങൾക്ക് അപകടം സൃഷ്ടിക്കും എന്നതാണ് വാസ്തവം. ഇനി പരാമർശിക്കാൻ പോകുന്നത് 2025 എന്ന ഈ വർഷത്തിലെ, അതായത് വരാൻ പോകുന്ന വർഷത്തിലെ പ്രധാന ഗ്രഹങ്ങളുടെ നിലയാണ് പരിശോധിക്കുന്നത്. ഇവ പ്രകാരം കർക്കിടകം രാശിക്കാരുടെ ജീവിതത്തെ 2025 എപ്രകാരം മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് മനസ്സിലാക്കാം. ആദ്യം പരാമർശിക്കാനായി പോകുന്നത് വർഷാരംഭവുമായി ബന്ധപ്പെട്ടാണ്. 6ൽ നിൽക്കുന്നതായ സൂര്യൻ, ബുധൻ, ശുക്രൻ 6, 8 ഭാവത്തിൽ രാശികളിലൂടെ മുന്നോട്ട് മാറുന്നു. ശനി മാർച്ച് അവസാനം വരെ അഷ്ടമഭാവം, ശേഷം 9ാം ഭാവത്തിലേക്ക്. രാഹുവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ മെയ് പകുതി വരെ 9ാം ഭാവത്തിൽ, ശേഷം അഷ്ടമ ഭാവത്തിലേക്ക് രാശി മാറുന്നു. കേതുവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ മെയ് പകുതി വരെ 3ാം ഭാവത്തിൽ, ശേഷം 2ാം ഭാവത്തിലേക്ക് മാറും. ഗുരുവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മെയ് പകുതി വരെ 11 രാശിയിൽ, ശേഷം 12 രാശിയിൽ, ഒക്ടോബർ പകുതി വരെ, ശേഷം ജന്മരാശിയിൽ. ഡിസംബർ ആദ്യവാരം വരെ ഇപ്രകാരം തുടരും. കഴിഞ്ഞ വക്രത്തിൽ ഗുരു 12ാം രാശിയിലേക്ക് മാറുന്നു. കുജനുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വർഷാരംഭത്തിൽ ജൂൺ 6 വരെ ജന്മരാശിയിൽ, വക്രത്തിലും നേർചലനത്തിലുമായി 12ലും ജന്മരാശിയിലും തുടരും. ഗ്രഹനില പ്രകാരം ഓരോ നക്ഷത്രക്കാരുടെയും വിശദമായ പുതുവർഷഫലം വീഡിയോയായി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടി കാണുവാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ കർക്കിടകം രാശിക്കാരുടെ പൊതുവായ ഫലം, ഇവർ 2025 അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ആദ്യം ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകുന്നു. ഫെബ്രുവരി, മാർച്ച് നാഭിക്ക് താഴെ രോഗസാധ്യത വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ്. ഏപ്രിൽ മാസം ഏറെ ശ്രദ്ധ പുലർത്തേണ്ടതായ സമയമാകുന്നു. സർജറി പോലും വേണ്ടിവരുന്ന കാര്യങ്ങൾ സംഭവിക്കാം. അതിനാൽ ആരോഗ്യ കാര്യങ്ങളിൽ ഈ സമയം പ്രത്യേകമായ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. കണ്ണിന് സർജറി പോലും വേണ്ടിവരുന്ന സമയമായി മാറാം. ഉദര രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. ആഹാരം ശ്രദ്ധിച്ച് തന്നെ കഴിക്കേണ്ടതായിട്ടുണ്ട്. ഇനി പരാമർശിക്കാനായി പോകുന്നത് കർമ്മരംഗവുമായി ബന്ധപ്പെട്ട ഫലങ്ങളാണ്. തൊഴിൽപരമായ ചില മാറ്റങ്ങൾ വന്നു ചേരാം. ട്രാൻസ്ഫർ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. തൊഴിലുമായി ബന്ധപ്പെട്ട് ദൂരയാത്രകൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വിപരീത രാജയോഗമാണ് വന്നു ചേരുക. അതിനാൽ തടസ്സങ്ങൾ, എന്നാൽ ഇവ തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കടന്നു വരും. സംസാര കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. മാർച്ചിന് ശേഷം അനുകൂലമായ സമയമാകുന്നു. തൊഴിലുമായി ബന്ധപ്പെട്ട് ചിലവ് അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. വിദേശത്ത് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രകൾ നടത്താനുള്ള അവസരങ്ങൾ വന്നു ചേരും. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള വെല്ലുവിളികൾ വർഷാദ്യം നിങ്ങൾക്ക് നേരിടേണ്ടതായി വരാം. മെയ്ക്ക് ശേഷം ഇവർക്ക് അനുകൂലമായ കാര്യങ്ങളാണ് വന്നു ചേരുക.
അതുവരെ ഉയർച്ചയും താഴ്ചകളും, അതായത് സമ്മിശ്രമായ ഫലങ്ങളാണ് വന്നു ചേരുക. ഗുണദോഷ സമ്മിശ്രമായ സമയമാകുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട് ബിസിനസ് പരമായ ഗുണം മെയ്ക്ക് ശേഷം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. ദൂരദേശ യാത്രകൾ ഈ സമയം വളരെ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. വിദ്യയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അനുകൂലമായ സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. വിദ്യയിൽ ആഗ്രഹിച്ചതായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസ യോഗം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചു എന്ന് വരാം. വിദേശത്ത് പഠിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. പഠന ചിലവ് നിങ്ങൾക്ക് അല്പം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ധനപരമായ കാര്യങ്ങൾ നോക്കുമ്പോൾ ആദ്യ പകുതി, അതായത് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ധനപരമായ നേട്ടങ്ങൾക്ക് സഹായകരമായ ചില കാര്യങ്ങൾ വന്നു ചേരും. കൈകളിലേക്ക് അപ്രതീക്ഷിതമായി ധനം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ നിന്നും ധനം വന്നു ചേരാം. അപ്രത്യക്ഷമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വരാം. എന്നാൽ വരവിന് അനുസരിച്ച് തന്നെ ചിലവും വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. കുടുംബവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ജൂലൈ വരെ വിവാഹാലോചനകൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. വിവാഹാലോചനകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ ഈ സമയം നിങ്ങൾക്ക് വളരെ കൂടുതലാകുന്നു. പ്രണയബന്ധങ്ങളിൽ വാക്ക് തർക്കങ്ങൾ, അഭിപ്രായ ഭിന്നത, നിരാശ തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ ഇത് തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. പങ്കാളിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പങ്കാളിക്ക് വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ബാധിക്കുവാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു വർഷമാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. ചികിത്സ ഒരിക്കലും വൈകിപ്പിക്കരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. വർഷാദ്യത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങൾ, ചില തർക്കങ്ങൾ വന്നു ചേരാം. എന്നാൽ പിന്നീട് അവ പരിഹരിക്കപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത് എന്ന കാര്യവും ഓർക്കുക. ദൂരയാത്രകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരാം. വിദേശ യാത്രകൾ ദമ്പതികൾക്ക് ഒരുമിച്ച് പോകുവാനോ അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടോ പഠനവുമായി ബന്ധപ്പെട്ടോ പോകുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. തുടക്കത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകും. എന്നിരുന്നാൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. വീട്, വാഹനം എന്നിവ സ്വന്തമാക്കുകയോ വീട് മോടി പിടിപ്പിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരുകയോ ചെയ്യാം. ഇത്തരത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഈ കാര്യങ്ങളാണ് ഈ രാശിക്കാർക്ക് അഥവാ കർക്കിടകം രാശിക്കാർക്ക് 2025 സംഭവിക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്.